ഗൈസ് അങ്ങനെ നമ്മൾ കാഠ്മണ്ഡുവിലെത്തിയിട്ട് നമ്മൾ തമിഴിലോട്ട് ബസ് വഴി വന്നു. തമിഴിൽ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. റൂമിൽ നമ്മൾ 6 പേർക്ക് 2500 NPR ആണ് കൊടുത്തത്. അത്യാവശ്യം നല്ല റൂമായിരുന്നു. 2 ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും വരുന്ന റൂമായിരുന്നു. അങ്ങനെ നമ്മൾ ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം റൂം എത്തിയതിൻ്റെ സന്തോഷം, നെറ്റ്വർക്ക് കിട്ടിയതിൻ്റെ സന്തോഷമൊക്കെ ആയിട്ട് എല്ലാവരും അതിൻ്റെ പിന്നാലെയായിരുന്നു. ചാനലിന്റെ പേരെന്താ പറഞ്ഞില്ലാലോ. നമ്മളിവിടെ കാഠ്മണ്ഡു എത്തിയിട്ടുണ്ടായിരുന്നു. കാഠ്മണ്ഡു എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് ഇറങ്ങി തമേൽ എന്ന് പറഞ്ഞ സിറ്റിയിലോട്ട് വന്നു. ഇവിടെ ഒരു സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കറൻ്റ് നമ്മുടെ കൂടെ നമ്മൾ 6 പേരുടെ ടീമായിട്ടുണ്ട്. കേരളത്തിൽ വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് സ്റ്റേ കാര്യങ്ങളെല്ലാം ചില്ലാണ്, നൈസാണ്. പിന്നെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു, കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും കിടന്നുറങ്ങി. ഇപ്പം ഇന്ന് ഈവനിങ് പോയിട്ട് സിം എടുത്തു. ഇവിടെ നമസ്തേ ഉണ്ടോ, കുറച്ചുകൂടി റേഞ്ചിലെ 2 സിമ്മാണ് ഉള്ളത്. ഒന്ന് എൻസലും പിന്നെ നമസ്തയാണ് കുറച്ചുകൂടി റേഞ്ചിൽ 350 ആ റേഞ്ചൊക്കെ ഉള്ളൂ സിമ്മിന്. പിന്നെ നമ്മൾ ഡാറ്റ എക്സ്ട്രാ റീചാർജ് ചെയ്യണം. ഡാറ്റയിൽ ഡിഫോൾട്ടായി 300 MB അങ്ങനെ എന്തോ ഉള്ളൂ. പിന്നെ 40 മിനിറ്റ്സ് നമുക്ക് ടോക്ക് ടൈമും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ ഒരു 10 GB കയറ്റിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം സ്പീഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 10 GB വന്നത് 400 NPR ആണ്. ഇനി അങ്ങോട്ട് പറയാൻ പോകണമൊക്കെ NPR ആയിരിക്കുമേ. അപ്പോൾ നമ്മുടെ നാട്ടിലെ 1 രൂപ എന്ന് പറയണത് ഇവിടെ 1 രൂപ 60 പൈസ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 രൂപ ആണെങ്കിൽ 160 രൂപ, അതാണ്. പിന്നെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, പക്ഷെ കുഴപ്പമില്ല. എനിക്ക് എന്താ പറയുക, കമ്പയർ ടു ഡൽഹി അതുപോലുള്ള സിറ്റീസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, ആളുകൾ പ്രശ്നമില്ല, നല്ല. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൽഹിയിലൊക്കെ പോയിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് സ്ട്രീറ്റിലോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും. ഓരോ ഏജൻറ്റുമാരും ഓരോ ആളുകൾ വന്ന് നമ്മളിങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കും. എത്ര വേണ്ടെന്ന് പറയാലും അവരിങ്ങനെ വീണ്ടും അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ തമിഴിൻ്റെ പ്രത്യേകത എന്ന് പറയണേ, തമിഴ് ഒരു അടിപൊളി സിറ്റിയാണ്. ഇവിടെ കാഠ്മണ്ഡുവിലുള്ള കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ്. ഇവിടെ ഒരുവിധ ഷോപ്പുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബെറ്റർ നൈറ്റ് ലൈഫ് പരിപാടികൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി നൈറ്റിൽ ഫുഡ് കഴിക്കണം. അതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു മലയാളിക്കനെ പരിചയപ്പെട്ടു. ആളിവിടെ 12 വർഷത്തോളമായിട്ട് സെറ്റിൽഡ് ആണ്. നൈസ്, അടിപൊളി മനുഷ്യനാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇവിടെ മുഗൾ ഹോട്ടലൊക്കെ നടത്തുന്ന അവരാണ്. അപ്പോൾ നൈറ്റിൽ ഫുഡ് അവിടെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യണ്ട. അപ്പോൾ ആൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ പേയിലല്ലേ, അപ്പോൾ ഗൂഗിൾ പേ ത്രൂ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യണം. പിന്നെ ക്യാഷൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ പല രീതിയിലുണ്ട്. എൻ്റെ ക്യാഷ് കംപ്ലീറ്റ്ലി ഞാൻ ബോർഡറിനെ ചെയ്തു. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. 1.6 തന്നെയാണ് എനിക്ക് അവിടെ എക്സ്ചേഞ്ച് റേറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ATM, വിസ കാർഡ് ഓർ മാസ്റ്റർ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ATM കയറിയിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ NPR ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കണം. GPay പരിപാടിയൊന്നുമില്ല. പിന്നെ GPay നമുക്കിവിടെ ചെയ്യാൻ പറ്റും. നാട്ടിൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ GPay ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ തമിഴ് സിറ്റിയിലൂടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരുവിധം എല്ലാവരും ഉണ്ട്. കൂടെ ഗോകുലും ഉണ്ട്. ഗോകുല് നല്ലൊരു ഉറക്കത്തിനൊക്കെ ശേഷം ട്രെയിൻ യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രഷപ്പ് ആയി. എല്ലാവരും ഹാപ്പിയാണ്. പൊതുവെ നമുക്കൊരു നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്, അതായത് ഒരു നല്ലൊരു വൈബ് കിട്ടുന്നുണ്ട് ഈ ഒരു സ്ഥലം. പിന്നെ നമ്മളെ ഫുൾ ടീമുണ്ട്. എല്ലാവരും വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത്. ഇത് നമ്മുടെ വേറെ വ്ളോഗർ കുഞ്ഞാപ്പു. ഇവനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്യുക. ഓടിപ്പോണ എല്ലാരും കണ്ടാല് മാക്സിമം ഒഴിവാണ്. ഇവൻ മറ്റേ നമ്മുടെ ജോണിക്കടെ ചെറിയൊരു കസിൻ ബ്രോ. ബാക്കിൽ വരുന്നത് ജോണിന്റെ ഒറിജിനൽ. അതാ ജോണിയുടെ ആരായിട്ട് വരും? ജോണിയുടെ മാമന്റെ പെങ്ങടെ മോന്റെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ടീമൊക്കെ കൊള്ളാം, നൈസാണ്.
പിന്നെ ഞാൻ ഇവിടുത്തെ സിറ്റിയിൽ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സരോജിനി അല്ലെങ്കിൽ ചാന്ദിനി ചൗക്കൊക്കെ പോലെ തന്നെയാണ്, പക്ഷെ അത്ര ക്രൗഡ് ഇല്ല, ഭയങ്കര സമാധാനമുള്ള സ്ഥലം. ഓക്കെ, ഓരോന്ന് കാണിച്ചു തരാവേ. ഓർണമെന്റ്സിന്റെ ഷോപ്പാണ് ഇത്. നമ്മുടെ ഒഫീഷ്യൽ ചുരുളിമാലയാണ്. ചുരുളി ഇൻസ്പയർ ആയിട്ട് ഇവർ ഇറക്കിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് കമ്മലുകളൊക്കെ ഉണ്ട്. അതെ, പൈസ കുറവിടെ. അതെ, ഏകദേശം ഒരേപോലെയാണോ നാട്ടിലെ ഏകദേശം ഒരേ റേറ്റ് ആയിരിക്കും. ബ്രേസ്ലെറ്റ് എങ്കിലും വാങ്ങണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇറാഖ് സൈഡിൽ നിന്ന് ഒരു നമുക്ക് മോഡലുണ്ട്. ആള് ഇറാഖിയാണ്, മലയാളിയല്ല, പക്ഷെ മലയാളം നന്നായിട്ട് സംസാരിക്കും. പിന്നെ ഗേൾസിന്റെ കുറെ ഐറ്റംസ് ഉണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഐഡിയകളൊന്നും ഇല്ല, എന്നാലും കാണുമ്പോൾ എനിക്ക് ഐഡിയ ഉണ്ടാവുമല്ലോ ഇതിൻ്റെയൊക്കെ എങ്ങനെയൊക്കെയാണ് യൂസ്ഫുൾ. സൂക്ഷിച്ച് കണ്ടോ, ഇതില് മറ്റേ ഇവരുടെ പ്രേയേഴ്സ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കാതിലെങ്ങനെ തൂക്കിയിടുന്നില്ലത് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ഇതങ്ങനെ ഷോപ്പാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള ട്രക്കിംഗ് ഐറ്റംസ്, ഗിയേഴ്സ് കിട്ടുന്ന സാധനങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് ബ്രാൻഡഡ് ഉണ്ട്, ബ്രാൻഡഡ് അല്ലാത്തതുണ്ട്. എനിക്ക് തോന്നുന്നു റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷെ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യരുത്. അതായത് നമ്മുടെ നാട്ടിൽ എന്ന് പറയണത് നമുക്ക് ട്രെക്കിംഗ് ഓർ ഹൈക്കിംഗ് ആക്ടിവിറ്റീസിലുള്ള ഗിയേഴ്സ് കാര്യങ്ങളെല്ലാം കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം അവൈലബിൾ ആണ്, പല കാര്യങ്ങളും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വാട്ടർ പ്യൂരിഫിക്കേഷൻ ടേബിൾ നാട് മുതൽ നോക്കണ, പക്ഷേ എവിടെയും കിട്ടാനില്ല. ഇവിടെ വന്നു ഒരു ഷോപ്പിൽ ചോദിച്ചാൽ തന്നെ സാധനമുണ്ട്. ഇതൊരു ഇതൊരു ആൻറ്റിക് ഷോപ്പാണ്. അതിൻ്റെ അകത്ത് ഇവരുടെ കുറേ സ്റ്റാറ്റ്യൂസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സുവനീഴ്സിൻ്റെ ഒരു കളക്ഷനാണ്. എന്ന് ഞാൻ പർച്ചേസ് എന്തായാലും ഇപ്പം ചെയ്യണില്ല എന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കത്തി എന്ന് കേട്ടിട്ടുണ്ടാ? ഈ മലപ്പുറം കത്തി എന്ന് കേട്ടിട്ടുണ്ടാ? ഇതാണ്ട്ര മലപ്പുറം കത്തി. എടാ മോനെ. ഓക്കെ, അപ്പോൾ നൈസ്. എനിക്കെന്തായാലും ആ നൈഫ് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ ബെൽറ്റിലൊക്കെ വെക്കാൻ ടൈപ്പുള്ള നൈഫ്. നമുക്ക് ഇങ്ങനെ സ്വിച്ച് സ്പ്രിങ് ടൈപ്പ് ഇങ്ങനെ വരുന്ന നൈഫ് എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ കാലമായിട്ട് മേടിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. എന്തായാലും മേടിക്കാനുള്ളത് ഒക്കെ ഒരുമിച്ച് മേടിക്കണില്ല. എന്തായാലും നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മേടിക്കുള്ളൂ. പിന്നെ ഇത് കണ്ടോ, ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ CO2, നമ്മുടെ ഓക്സിജൻ സിലിണ്ടേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഹെഡ് ലാമ്പ്. നമുക്കൊരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എന്ത് വേണോ അത് ഇവിടെ ഉണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് ഒരുപാട് ക്യാരി ചെയ്യണോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയെടുക്കുക. പിന്നെ ക്വാളിറ്റി കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കുക. ഇതൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ ഷോളാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റേറ്റൊക്കെ പറയണേ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഷോളിന് വരുന്നത് 500 ആണ്. അപ്പോൾ 500 ഡിവൈഡ് ബൈ 1.6 എന്നൊക്കെ പറയുമ്പോൾ ഒരു 300 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. ഈ ഷോളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 300 വെർത്താണെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ കാശ്മീർ പോയപ്പോൾ അവിടുത്തെ കാശ്മീർ എന്തോ ഒരു ട്രഡീഷണൽ ഷോൾ ഉണ്ടായിരുന്നു, പശ്വ അങ്ങനെ എന്തോ. അപ്പോൾ അതിന് ഒരുപാട് റേറ്റ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് ആഗ്രഹം കൊണ്ട് മേടിച്ചതാണ്. പക്ഷെ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട്. ഇവിടുത്തെ ട്രഡീഷണൽ സാധനങ്ങൾ. അതുപോലെ തന്നെ ഇതൊരു ഷൂനിയർ ഷോപ്പാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഓൾറെഡി ഇവിടെ നോക്കുന്നുണ്ട്. പല ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇത് ഇവരുടെ പ്രേയേഴ്സാണ്. ഇത് നമ്മൾ പല സ്ഥലത്തും കാണുന്ന ഷൂനിയേഴ്സ് ഐറ്റംസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പല ടൈപ്പ് ഷൂനിയേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നിൻ്റെയും അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് അറിയില്ല പലപ്പോഴും. നമുക്ക് കണ്ണിന് കാണുന്ന എല്ലാം കൗതുകം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറേ ട്രാവൽ എംബ്ലംസ്, പിന്നെ അതുപോലെ തന്നെ ട്രാവൽ ഷൂനിയേഴ്സ്, പിന്നെ നമ്മള് പരിചയപ്പെട്ട മലയാളി ഇക്ക പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കിട്ടും, പക്ഷെ ഒക്കെ കൊണ്ടുവരുന്ന ഇന്ത്യയിൽ തന്നെയാണ് മോസ്റ്റ്ലി.
പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ കുറേ സ്റ്റോൺസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പലർക്കും സ്റ്റോൺ കളക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. ഞാൻ പല സ്ഥലങ്ങളിലും ഇപ്പോൾ മൂൺ സ്റ്റോൺ അതുപോലെ സ്റ്റോണുകളൊക്കെ കാശ്മീർ പോയപ്പോൾ പലപ്പോഴും അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. പക്ഷെ എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ എല്ലാം കോപ്പി ഐറ്റംസ് ആണെന്നാണ് പറഞ്ഞത്. ഒറിജിനലായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ഷൂനേഴ്സ് കാര്യങ്ങളെല്ലാം മേടിക്കണം. ഇപ്പോൾ എന്തായാലും പർച്ചേസ് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ട്രിപ്പ് എങ്ങനെ ആയിരിക്കും എന്നറിയില്ല. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ കണ്ട് ഓക്കെ ആക്കി വെക്കുക എന്നുള്ള രീതിയിൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഫുഡിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. എന്താണെന്ന് വെച്ചാൽ ഫുഡ് നമുക്ക് നല്ല ഫുഡാണ്. അതായത് ഇപ്പോൾ ഈ തമിഴ് സൈഡിൽ കുറേ വെജ് ആൻഡ് നോൺ വെജ് ഐറ്റംസ് വരുന്നുണ്ട്. ഞാൻ ഇന്ന് നൈറ്റ് ലഞ്ച് കഴിച്ച എന്താണെന്ന് വെച്ചാൽ ബിരിയാണി ആയിരുന്നു. മട്ടൺ ബിരിയാണി, ഹാഫ് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല വൃത്തിയിൽ നല്ല ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ബെസ്റ്റാണ്. നല്ല വെള്ളമാണ് കിട്ടുന്നത്. പിന്നെ ഫിഷിൻ്റെ ഐറ്റംസ് ഞാൻ ട്രെയിനിൽ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ നമ്മുടെ 50 മണിക്കൂർ നീണ്ട സാഹസിക യാത്ര തന്നെ പറയാം. ആ യാത്രയിൽ നമ്മൾ ഇവിടുത്തെ കുറേ ആളുകളുണ്ടായിരുന്നു ട്രെയിനിൽ. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ച കുറേ കാര്യങ്ങൾ, അതായത് ഇവിടെ ഫിഷ് ഐറ്റംസിന് ഭയങ്കര ചീപ്പാണ്. അതായത് ഫിഷിൻ്റെ പല ഐറ്റംസ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഹോട്ടലിൽ ഒരുപാട് വലിയ ഫിഷ് ഫ്രൈ ഒക്കെ കാണാൻ പറ്റി. പിന്നെ ഫുഡിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ മൊമോസൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ തന്നെ പല വെറൈറ്റി ഐറ്റംസ് എല്ലാം നമുക്ക് കവറപ്പ് ചെയ്യാം. എന്തായാലും നമുക്ക് നൈറ്റിൽ ഫുഡ് കഴിക്കണം. ഞാൻ നൈറ്റിലെ ഫുഡ് നമ്മുടെ മലയാളി ഇക്ക, അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. ഏകദേശം 12 വർഷത്തോളമായിട്ട് ഇവിടെ സെറ്റിൽ ചെയ്ത് ഇവിടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളി നൈസ് മനുഷ്യൻ. അവിടെ തോട്ട്സ് എല്ലാം നൈസാണ്. നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും. പിന്നെ ആൾ കുറേ നൈറ്റ് സ്പോട്ടൊക്കെ പറഞ്ഞു തന്നു. നമുക്കിവിടെ ഗാംബ്ലിങ്സ്, കാസിനോ പോലുള്ള സെറ്റപ്പ് എല്ലാം ഫ്രീ ആണ് ഓൾമോസ്റ്റ്. നമുക്ക് പെയ്ഡൊന്നും അല്ല. അവിടെ ഫുഡും ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക്, നമ്മുടെ പിന്നെ ഡ്രിങ്ക്സ് പരിപാടികളൊന്നും ഫോക്കസ് ചെയ്യണില്ല. ഫുഡൊക്കെ ഫ്രീ ആണെന്ന നിലയിൽ. ഫ്രീയുടെ അല്ല, നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ. പിന്നെ ഷൂനീസാണ് ഇവിടെ പല കൺട്രിയിൽ നിന്നുള്ള ആളുകൾ, വിദേശികൾ, ഫോറിനേഴ്സ്. ഇവരുടെ മെയിൻ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഷൂനീസ് നോക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നേപ്പാളിലുള്ള ആളുകൾ, അവർ ഞാൻ പറയണ്ടല്ലേ, നിങ്ങൾക്ക് പറഞ്ഞത് തന്നെ അറിയുണ്ടാവും. അതായത് കാശ്മീരികളെ പോലെ തന്നെ ഭയങ്കര ഗ്ലാമറാണ്. ഭയങ്കര ഗ്ലാമർ ആൻഡ് ഭയങ്കര പൊളൈറ്റാണ്. അതായത് നമ്മുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ നാട്ടിലെ ഗേൾസിനെ മുഴുവൻ കുറ്റം പറയില്ല, വലിയ ജാടൊന്നും ഇല്ലാത്ത ടീംസാണ്. നമ്മൾ ചുമ്മാ നമ്മുടെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന രീതിയിലുള്ള ആളുകളാണ് ഗേൾസിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഗേൾസും. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് സെറ്റിൽഡായി ഇവിടെ വെച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്നവരുണ്ട്. നേരത്തെ പറഞ്ഞൊക്കെ ഇവിടെ താമസിക്കുന്ന ആളതിൽ കവർ ചെയ്തൊന്നുമല്ല. ഞാൻ ആ സമയത്ത് ക്യാമറ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായില്ല. അൺഫോർച്ചുനേറ്റ്ലി കുറേ കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ മാർക്കറ്റിലെ വിശേഷങ്ങൾ മുന്നോട്ട് പോകുന്നു. നമ്മളെ ടീമിലുള്ളവർ ടാറ്റു അടിക്കണ്ടോ? അതില്ല, നമ്മുടെ ടാറ്റു ഒന്നും ആയിരിക്കില്ല. ഒരു ബട്ടർഫ്ലൈ ഇവിടെ ഫുഡൊക്കെ കിട്ടുന്ന ഏത് ഡോൺ സ്റ്റോപ്പ് എന്താണ്? അതെ, അവര് ടാറ്റു അടിക്കണതിനെ കുറിച്ചാണ് പറയുന്നത്. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ കാർ ഏതാ നോക്കിയേ? അങ്ങോട്ട് മറിക്കി. അതായത് ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, ഇവിടെ പെട്രോളിന് കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണെന്നാ പറഞ്ഞേ. പക്ഷെ ഇവിടെ പോലീസ് നമ്മുടെ നോ പാർക്കിങ്ങിൽ, ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാമേ. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് നോ പാർക്കിങ്ങിൽ വണ്ടി ഇട്ട് ജസ്റ്റ് പോലീസ് ലോക്ക് ചെയ്ത് പോയിരിക്കുക. ഓട്ടോ
ലോക്ക് ചെയ്തിട്ട് പോയിരിക്കുക. അപ്പോൾ ചെറിയൊരു സ്പേസേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ പാർക്ക് ചെയ്താൽ നല്ല ബുദ്ധിമുട്ടാണ്. കുറച്ച് ഇപ്പോൾ തന്നെ ഇവിടെയൊക്കെ കൺജസ്റ്റഡ് ആയി തുടങ്ങി. പിന്നെ ഇവിടെ എന്താ പറയുക, നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ സെറ്റിൽഡായി ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടില് ലക്കാട കട. ഇവിടെ മുഗൾ എംപയർ ആ ടൈപ്പ് ഹോട്ടൽ, ആ കൈൻഡ് ഓഫ് ഹോട്ടൽ ഇവര് കുറെ ബ്രാഞ്ച് ഉണ്ട് എന്നാ പറഞ്ഞത്. എന്തായാലും നമ്മൾ ഇന്ന് ഫുഡ് ഇവിടുന്ന് കഴിക്കണം എന്ന് വിചാരിക്കുന്നു. ഇവിടെ നാട്ടിലെ മന്തിയും അൽഫാമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും മന്തി കഴിക്കാൻ എപ്പോഴും തോന്നുന്നതല്ല, പക്ഷെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നാട്ടിലെ സൗത്ത് ഇന്ത്യൻ ഫുഡ് എന്ന് പറയുമ്പോൾ മന്തിയല്ല എനിക്ക് അതായത് ഒന്നുമില്ല. ആ കാണുന്ന വിദേശി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പൊതുവെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ആളുടെ സൈഡിലൂടെയാണ് പോയത് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് ചൂടാവുകയാണ്. എനിവേ എല്ലാം നൈസ്, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തോന്നുന്നുണ്ട്. ഒരു ഞാൻ വേറെ കാര്യം കാണിച്ചു തരാം. കംപ്ലീറ്റ്ലി നമ്മുടെ ഈ മെറ്റൽ ബേസ്ഡ് പിച്ചള അതുപോലുള്ളത് കൊണ്ടുള്ള ഓരോ ഐറ്റംസാണ്. കംപ്ലീറ്റ്ലി ഈ ഒരു സീൻ കാണുമ്പോഴേ മനസ്സിലാവുണ്ടാവും ഒരു ഫുള്ള് ഗോൾഡൻ ലൈറ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഈ ഷോപ്പും. ഇതിൻ്റെ അകത്ത് ഇവരുടെ മറ്റേ ഇതുപോലുള്ള ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല, മറ്റേ മെഡിറ്റേഷനൊക്കെ ചെയ്യണ, സൗണ്ട് മെഡിറ്റേഷൻ ചെയ്യണ റിങ്, പിന്നെ അതുപോലെ തന്നെ ഒരു ലോട്ട് ഓഫ് സംഭവങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഗണപതിയുടെ ഒക്കെ ഇതുണ്ട്, നമ്മുടെ പല വിഗ്രഹങ്ങളുടെ സ്റ്റാറ്റ്യൂസ് ഉണ്ട്. ഒരു പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതിലധികം സ്റ്റാറ്റ്യൂസ് കാര്യങ്ങളുണ്ട്, അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള. അപ്പോൾ ഇവിടുന്ന് നാട്ടിലോട്ടൊക്കെ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഷോക്കേസ് ചെയ്യിപ്പിക്കാൻ വെക്കുന്ന സാധനങ്ങളിലൊക്കെ അതിൻ്റെയൊക്കെ എക്സ്ട്രീം ഐറ്റംസ്. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഇങ്ങനെ ഒരു സൈഡിൽ എന്തോ എനിക്ക് തോന്നുന്നു ഇലക്ട്രിസിറ്റിയുടെയോ അല്ലെങ്കിൽ ടെലിഫോണിൻ്റെയോ എന്തോ സംഭവമാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇതൊക്കെ ഏതൊക്കെയോ ടീമിൻ്റെ ആണ്. ക്ലൈംബേഴ്സ് ഫോർ പലസ്തീൻ. പലസ്തീൻ ക്ലൈംബേഴ്സിൻ്റെ സ്റ്റിക്കറാണ് ഈ കാണുന്നത്. ക്ലൈംബേഴ്സ് ഫോർ പലസ്തീൻ. അപ്പോൾ നമ്മുടെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള പല ആളുകളെ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ ഫ്രണ്ട്സ് ട്രിപ്പ്, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവർ വന്ന് അവരുടെ ഒരു മെമ്മറീസിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വേറൊന്ന് കാണിച്ചു തരാം. ആൾട്ടിറ്റ്യൂഡ് അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് ഫ്രണ്ട്സിൻ്റെ ആണ് തോന്നുന്നു. എന്തെങ്കിലും ചാനലോ എന്തെങ്കിലും ആയിരിക്കും, ഇൻസ്റ്റ ഐ ഡി ആണ് തോന്നുന്നത്. എനിവേ നൈസ്. നമുക്ക് എവിടെ നോക്കിയാലും കണ്ണിന് പുതുമ. നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു ക്രൈസ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഡ്രസ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, സുവനീഴ്സ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ക്രൈസ് പിടിച്ച. അതുപോലെ സ്പെക്സ്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നിങ്ങനെ കണ്ണിങ്ങനെ പരതികൊണ്ട് ഇങ്ങനെ നടക്കുക. എവിടെയും ലോക്കാവണില്ല. ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ ഒന്ന് അതിലും പുതുമയുള്ളതായിരിക്കും. അപ്പോൾ ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ നോക്കി പോവാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനി എന്തായാലും ഫുഡ് കഴിക്കാം. ഷക്കീൽ ഭായിന്റെ കടയിൽ പോവാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ നമ്മളെ കംപ്ലീറ്റ്, അതായത് നമ്മുടെ ഫ്രണ്ട്സിനെ ഞാൻ പരിചയപ്പെടുത്തില്ല. ഫ്രണ്ട്സ് ഇത് ഗൂഗിൾ ബ്രോ ആണ്. നമ്മൾ ഒരുമിച്ചാണ് വന്നത്. ഇവർ നമ്മുടെ ട്രെയിനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ അവിടെ കണക്ട് ആയില്ല. കാരണം നമുക്ക് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ജനറലിലോട്ട് വന്നു. ഇവരുടെ അടുത്ത് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവര് ഫൈൻ അടച്ച് തേർഡ് AC തന്നെ അവിടെ തന്നെ നിന്നു അവര്. പിന്നെ അതുപോലെ തന്നെ ഇവര് ലൊക്കേഷൻ വരുന്നത് മോസ്റ്റ്ലി ലക്ഷദ്വീപിലെ പിള്ളേരാണ്. നൈസാണ്. ഇവരുടെ കുറെ ലക്ഷദ്വീപ് സ്പെഷ്യൽ പലഹാരങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഭാഷ, ഇവര് സംസാരിക്കുന്ന സ്ലാങ് ഉണ്ടല്ലോ, അതായത് നമ്മള് കണക്റ്റഡ് ആവും, മലബാരീസിന് കണക്റ്റഡ് ആവും. പക്ഷെ
ഭയങ്കര വൈബായിട്ട് തോന്നി. ഇവര് ലക്ഷദ്വീപിലുള്ള അമ്മിനിയിലുള്ള ആളുകളാണ് മോസ്റ്റ്ലി, പിന്നെ കണ്ണൂരിലുള്ള ഒരാളുണ്ട്. അപ്പോൾ ഇവര് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഗ്യാങ്ങുകളായിട്ടാണ് വന്നത്. എന്തായാലും ഇവിടെ വന്നൊരു നല്ല സ്ട്രെങ്തൻ ടീമായി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഹോട്ടൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഷക്കീൽ ഇക്ക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഇക്കയാണ്. ആളുടെ ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നാട്ടിലെ ഫുഡ് കുറച്ചായല്ലേ കഴിച്ചിട്ട്, നാട്ടിലെ ഫുഡ് എന്നല്ല മര്യാദ ഫുഡ് കഴിച്ചിട്ട് കുറച്ചായി. അപ്പോൾ എന്താ പറയാ, ഫുഡ് കാര്യങ്ങൾ നോക്കണം. ഇത് ഷക്കീൽ ഖാന്റെ ഫ്രണ്ടാണ്. എന്താണ് ഇക്കാനെ വിളിച്ച് അല്ല ഷക്കീൽ ഉക്കുണ്ട് എന്താ അങ്ങനെ വിളിക്കണേ? അതെന്റെ പേര് കൂട്ടുപേര്. ഓ ആഹാ, അതായത് ഷക്കീൽക്ക് ആള് ഉക്കുണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഹോട്ടൽ ആംബിയൻസ് ഒക്കെ കൊള്ളാം, നൈസാണ്. നമുക്കൊരു ഇതുപോലെ ടീമായിട്ടൊക്കെ വന്നിരുന്ന് കഴിക്കാനും എല്ലാവരും ഫുൾ ചില്ലടിച്ചിരിക്കാനൊക്കെ പറ്റിയൊരു നൈസ് ആംബിയൻസ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആള് ഇതിന്റെ മ്യൂസിക് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യണത് അയാളാണ് തോന്നുന്നു. ആള് നന്നായി ചിരിക്കണ കേട്ടോ, നല്ല ചിരിയാണ്, കൊള്ളാം. എനിക്ക് തോന്നുന്നു ആള് പാടാൻ പോയി. Welcome to our Bulgarian Empire. बहुत स्वागत है आप सबको. Very beautiful song अगर तुम साथ हो, अरिजीत सिंह जी का. ലോക്കൽ ഹോട്ടലിൽ ചായക്ക് വരെ നമുക്ക് 40 രൂപ ലോക്കൽ. പിന്നെ അത്ര പാടില്ല, ബാക്കി എക്സ്പെൻസ് 100 രൂപ. വേറെ എനിക്ക് നമ്മള് ഫുഡ് ഓർഡർ ചെയ്യാണ്. ഗൈസ്, ഈ കാണുന്നത് 4:30 മണിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അത്രത്തോളം നേരം വെളുത്തിട്ടുണ്ടാവും കേട്ടോ. 4:30 മണിയാകുമ്പോഴേക്കും ഏകദേശം സൺലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഹൈറ്റിൻ്റെ ഡിഫറൻസ് കാരണമാണ് ഇത് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ രാത്രി വളരെ നേരം വഴുകി എത്തിയതിനാലും കിടക്കാൻ നേരം വഴുകിയതിനാലും ഒരുപാട് പേര് എണീറ്റിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ അവർക്ക് എണീക്കേണ്ട ആവശ്യമില്ല, ഇന്ന് ഉച്ചവരെ അവർ ഇവിടെ ഉണ്ടാവും. നമ്മളെന്തായാലും ഇവിടുന്ന് സല്ലേരിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാറിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ പാക്കിങ് കാര്യങ്ങളെല്ലാം ഒന്ന് റീപാക്ക് ചെയ്തു. എടുത്ത സാധനങ്ങൾ തിരിച്ചു വെക്കാൻ പറ്റാതെ കഷ്ടപ്പെടുകയാണ് കാഴ്ചയാണ് ഈ കാണുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്ന് അമ്മ ഇവിടുന്ന് യാത്ര ഇരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ സമയം 5:32. ഇന്ന് 23 അല്ലേ? 23 24 എന്തായാലും കൺഫേം ചെയ്യാം. 23. അപ്പോൾ നമ്മ ഇവിടുന്ന് ഇറങ്ങി, തമിഴിൽ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്നുള്ള പരിപാടി സല്ലേരിയിലോട്ട്
ടാക്സിയിൽ പോവും. അവിടെ മിക്കവാറും സ്റ്റേ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിലുള്ള ടാക്സി കണ്ടുപിടിക്കലാണ് അടുത്ത ടാസ്ക്. നമ്മളിന്ന് പ്ലാൻ ചെയ്ത് സല്ലേരിലോട്ട് പോകാനാണ്. പക്ഷേ തമേലിൽ നിന്ന് ശരിക്കും സല്ലേരിലോട്ട് ഒരു യാത്ര ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ശരിക്കും തമേലിൽ നിന്ന് നമുക്ക് ചാബൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് സല്ലേരിയിലോട്ടൊക്കെ ഉള്ള ടാക്സി, സുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ താന്തണ്ടയിൽ നിന്ന് ബസ് കയറി സല്ലേരിയിൽ നിന്ന് ബസ് കയറി നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇറങ്ങി. അതിനൊരു 25 രൂപ എന്തോ ആയിട്ടുള്ളൂ. തമിഴിൽ ഓക്കെ. അത് 25 രൂപ എന്തോ ആയിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്തു, അല്ലടാ തമിഴിന് ആദ്യം നമ്മൾ ഇവിടോട്ടാ പോയി, സ്റ്റാൻഡിലോട്ടാ പോയി. സ്റ്റാൻഡിൽ നിന്ന് ചാബലിലോട്ട് വന്നു. അതും ഏകദേശം ആ റേറ്റൊക്കെ തന്നെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു എന്താണെന്ന് വെച്ചാൽ കൃത്യം 5 മണിക്ക് ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യും. അതായത് സല്ലേരിയൊക്കെ റൂട്ട് എന്ന് പറയുന്നത് ദൂരം കുറവാണെങ്കിലും പക്ഷേ റോഡ് ഭയങ്കര മോശമായത് കാരണം നമുക്ക് കുറേ ടൈം എടുത്ത് ട്രാവൽ ചെയ്യേണ്ട. അപ്പോൾ ഇന്നത്തെ ടാക്സി എല്ലാം പോയി കഴിഞ്ഞു. പിന്നെ നാളെയല്ലേ, അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്യാന്ന് വെച്ചു. നാളത്തേക്കുള്ള ടിക്കറ്റ് കാര്യങ്ങളെല്ലാം എടുത്തു. ആളെന്നെ ഒരു സ്റ്റേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞത് ഫുഡ് കഴിക്കണം. ഇന്നലെ ഒരു ചെറിയ റെസ്റ്റെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതെന്ന് പറയുന്നത് ഇവിടുന്ന് ചബേലിൽ നിന്ന് സല്ലേരിയിൽ നിന്ന് താംതണ്ടൊക്കെ ആയിരുന്നു. പക്ഷെ മറിച്ച് നമുക്ക് തമിഴിൽ ഈ ചാബലിന് ഡയറക്റ്റ് സുർക്കയ്ക്കുള്ള ഇത് കിട്ടി, ജീപ്പ് കിട്ടി. അതിന് നമുക്ക് 2 പേർക്ക് ഏകദേശം വന്നിട്ടുള്ള 13,000 NPR ആണ്. ഏകദേശം ഓക്കെയാണ്. അതായത് നമ്മൾ 2 ടാക്സി എടുത്ത് പോണതും ഇതും ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ ഇനി എന്തായാലും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബാക്കി നമുക്ക് റൂമിലേക്ക് ഒന്ന് പോയി ബാക്കി ഇന്നത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. ഓക്കെ. അത് നമ്മൾ ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ ചാബേലിൽ ഒരു മാർക്കറ്റിലാണ്. ഇവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റാണ്. നമ്മൾ ആക്ച്വലി ഉള്ളതെന്ന് പറഞ്ഞാൽ മോർണിംഗ് ഒരു 7:23. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഒരു എലമെൻ്റ് ഉണ്ട്. നമ്മൾ ഇത്ര അടുത്ത രാജ്യമായാൽ പോലും നമ്മുടെ ടൈമിൽ ഒരു 15 മിനിറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നാട്ടിലിപ്പോൾ 7:24 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം ഒരു 40-45 ആയിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ എല്ലാവരും അവരുടേതായ ജോലി തിരക്കും അതുപോലെ തന്നെ കച്ചവടം കാര്യങ്ങളും സ്കൂളിലാണെന്നുണ്ടെങ്കിൽ പിള്ളേർ പോണതും. പിന്നെ ഇവിടെ രാത്രി കംപ്ലീറ്റ് ഓണാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ചബേലല്ല തമിഴിലൊക്കെ. അപ്പോൾ അവർ പാർട്ടീസൊക്കെ കണ്ട് പോകുന്ന ആളുകൾ അങ്ങനെ പല മുഖങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചുമ്മാ മാർക്കറ്റിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് കാണാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റ് കാര്യങ്ങൾ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നമ്മുടെ പച്ചക്കറി ഐറ്റംസ് ഉണ്ട്. പിന്നെ ചെരുപ്പ് ഹോൾസെയിൽ, ചോളം വിൽക്കുന്ന ചേച്ചി. ചേച്ചി കണ്ടോ, ഗൂഗിൾ വരെ ചേച്ചി കൊള്ളാം. അങ്ങനെയല്ല, ഇവിടെ ഏത് ഫ്രെയിം വെച്ചാലും കൊള്ളാം, എല്ലാവരും കൊള്ളാം. അങ്ങനെ വേണം പറയും. ഓക്കെ. അവിടെ മീനിൻ്റെ ഈ കക്കരിക്ക കണ്ടോ, വെറൈറ്റി കക്കരി, ഭയങ്കര വലിയ കക്കരിക്ക കണ്ടോ. ഇത് കക്കരിക്കയാണോ, കക്കരിക്കലയും പടവലങ്ങയുടെ ഒരു ക്രോസ് പോലെ ഇരിക്കണം അല്ലേ ഇത്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് കുറേ വെറൈറ്റി തോന്നുന്ന സാധനങ്ങളുണ്ട്. ഇവിടുത്തെ വാഹനങ്ങളായാലും ഇവിടുത്തെ ഫുഡ്, ഡ്രിങ്ക്സ് എല്ലാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നലെ ഞങ്ങൾ റെഡ് ബുള്ളിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡ് ബുൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു.
നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ ഇത് കണ്ടോ, ഇതൊക്കെ എന്താന്ന് പോലും ഈ ചീരയുടെ എന്തോ വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പാണ് തോന്നുന്നു. നമ്മുടെ നാട്ടിലങ്ങനെ പൊതുവെ കണ്ടിട്ടില്ല. ഇതൊക്കെ ഇവർ കഴിക്കണതാണ് തോന്നുന്നു. കണ്ടോ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇതൊക്കെ വീഡിയോസിലേക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ എന്തോ സംഭവം, ഇതൊക്കെ നമ്മൾ ചില വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ പൊതുവെ കഴിക്കാറില്ല. മിന്റ് കണ്ടോ, നല്ല ഫ്രഷ് മിന്റ്, നല്ല ഫ്രഷ് മിന്റ്, നല്ല ഫ്രഷ് മിന്റ് അല്ലേ. ഓക്കെ, നമ്മുടെ അവിടെ വരും. പിന്നെ നമ്മുടെ ഇവിടെ ബീഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. മോർ ദാൻ മീറ്റിനേക്കാളും കൂടുതൽ ഇവിടെ ഇതാണ് ഫിഷ്, അങ്ങനത്തെ സാധനങ്ങൾ നല്ല വില കുറവിൽ നമുക്ക് കിട്ടും. ഇതൊരു മീറ്റ് ഷോപ്പാണ്, ഞാൻ കാണിച്ചു തരാം. No. It's big. Buffalo. Okay. Beef. No. Buffalo. ബീഫിന് പോയി പറയുന്നത് കേട്ടോ, എല്ലാവർക്കും പറ്റില്ല. കണ്ടോ, ഇതൊരു മീൻ കടയാണ്. അപ്പൊ ഇതെന്താ, ഇത് വാളയല്ലേടാ, ഇത് വാള. ഇതെന്താ മുയ്യ് പോലെയുള്ള ഒരു മീനാണ്. നമ്മളെ ചെമ്മീനുണ്ട്, മത്തി കണ്ടോ, മത്തി വെറൈറ്റി മത്തി, നല്ല തട്ടിച്ച മത്തി, നല്ല കിളിക്കുഞ്ഞു സാധനം. പിന്നെ അതുപോലെ തന്നെ അവരുടെ ചിക്കന് അതുപോലെ ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേച്ചി അവിടെ ചിക്കൻ കട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും മാർക്കറ്റ് വളരെ സജീവമാണ്. ഒരു മൊത്തത്തിൽ പറയാലോ ഒരു സമാധാനം ഉണ്ട്. എന്താ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമുക്ക് നിങ്ങൾക്കൊക്കെ നേപ്പാളിൽ എല്ലാവർക്കും വരാം, എല്ലാവർക്കും വിസിറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ കേരളത്തെ പോലെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ശ്രീനഗർ എന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ആ ലിസ്റ്റിലോട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് എനിക്കിപ്പോൾ നേപ്പാൾ തോന്നുന്നു. ആളുകൾ അവരുടെ ഇത് കൂണ് നോക്കി, ഇത് കണ്ടോ, കൂൺ കണ്ടോ, ഇത് നമ്മുടെ ഫുഡ് കഴിക്കണ ഐറ്റം തന്നെയാണ് കൂൺ. എല്ലാം ഫ്രഷ്, എല്ലാം ഭയങ്കര ഫ്രഷാണ് കേട്ടോ. വെജിറ്റബിൾ ആയാലും മീനായാലും എല്ലാം ഫ്രഷ്. എനിക്ക് തോന്നുന്നു ഓരോ ദിവസം ഇവർ സ്റ്റോക്ക് മാറി. നമ്മളവിടുത്തെ പോലുള്ള പരിപാടികളൊന്നുമില്ല. എല്ലാം നല്ല ഫ്രഷ്, കണ്ടാലേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിവിടെ ഒരു ഉണക്കമീൻ്റെ കട, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ചെമ്മീൻ, ഇപ്പോൾ ഉണക്കി വെച്ചിരിക്കുന്നുണ്ടോ, ഇത് കണ്ടോ, നമ്മുടെ കൊഴുവ, വത്തൽ എന്നൊക്കെ പറയുന്ന സാധനമാണ്. പല ടൈപ്പ് സാധനങ്ങൾ കിട്ടോ, മീൻ ഉണക്കിയത്. ഇത് നോക്കിയത്, ഇതെന്താ കൊയ്ത്താന്നാണോ ഇതിന് പറയാൻ? കൊഴുവനിലും ചെറിയ മീൻ, പല ഉണക്കിയ ഐറ്റംസ് ഉണ്ട് ഇവിടെ. മെയിൻ ഐറ്റംസ് ആണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഉണക്കമീൻ. ഇതെന്താ ഇവിടെ മീറ്റ് ഇല്ല, എനിക്ക് തോന്നുന്നു മീന് മാത്രമേ കണ്ടേ. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിൻ്റെ എൻഡിലോട്ട് എത്തി. പിന്നെ അവിടെ നമുക്കൊരു എന്താ ബുദ്ധമതത്തിൻ്റെയാണ് തോന്നുന്നു, ഇവരൊരു ടെമ്പിൾ എന്തോ ഉണ്ട്, അത് നമുക്ക് കാണാം. അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെ, നമ്മള് ആ ഷോപ്പിലാണ്. एकदम सबै नेपालीले उसको युट्युब च्यानललाई फलो गरिदिनु होइन त, सब्सक्राइब गरिदिनु. अनि यता दिदीको तरकारी टिकट मेरो लौका किन लौका राम्रो छ भन्नु न. लिलीको लौका ये भाई अच्छा ब्लॉगर है, एकदम अच्छा वीडियो बनाता है. सब लोग जाइए नेपाल के गणेश स्थान मंदिर में गणेश भगवान का दर्शन करने आए हैं. आपको पशुपति भी दिखाएंगे, मनाङ मुस्ताङ भी दिखाओ. सब नेपाल का क्या क्या अच्छा सब गणेश स्थान मंदिर दर्शन किए आप? किया.
कौन सा जगह से आप लोग? കേരള से इंडिया केरला। കേരള അപ്പോൾ बैंगलोर गया हूँ मैं। बैंगलोर बैंगलोर थोड़ा ഹിന്ദി നെഹി മാലൂം വി വിൽ നോ कन्नड़ा तमिल 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 नहीं कन्नड़ा इसके नेबर ചേച്ചി गाँव कहाँ उसको? കേരളം കേരളം कहाँ केला? केरला ഇന്ത്യ സൗത്ത് ഇന്ത്യ केला धेरै भन्छ? മലപ്പുറം തൃശ്ശൂർ കേരള കേരള केरला साउथ में इंडिया, ऐसा केरला होता है, साउथ वो इंडिया। जो खीरा का पात होता है ना, हाँ। और वो पात में खाना खाता है सांबर या सद्य वहाँ का फेवरेट डिश। यो मान्छे भाइ हिरो रहेछ है मान्छेले। मान्छे वो हिरो आदमी रहेछ। बहुत अच्छा है बोल रहे हैं दीदी। सॉरी हिंदी स्पीकिंग नहीं आता है, तुम अच्छे हो। मान्छे राम्रो छ। हाइट वो तो लम्बा हिंदी- लम्बा हाइट छ। थोड़ी सी मालूम है लेकिन उसको I don't know Hindi. He know Hindi. I only know English. मैं तो ट्रांसलेट करता है उसको ट्रांसलेट करता है आपको ट्रांसलेट करता है कि इसके मीडियम में रखते हैं डान्स गर्ने? अनि सब्सक्राइब कितना है? सब्सक्राइब Just Start है, moment. स्टार्टिंग हाँ हम फॉलो करेंगे, ठीक है? क्या है, नाम क्या है? Faris I way. हारिस। Faris I way. मेरा नाम हारिस। Haris. Haris. Oh. आपका नाम हामीले चाहिँ होइन भाइ र प्रसाद हो। ये अब दोनों का नाम- वाला भाइ। हाँ दोनों का नाम मेरा नाम है हारिस। ए भाइ है। हारिस भाई है भाइ। आपका हाँ हाँ दीदी है हाँ बहन क्या हो खिलाती है ना दीदी हाँ मैं तो सोच रहा था कि बहन हो दीदी, बड़ी दीदी। नाम क्या है आपका निर्मला। निर्मला वायरल तरकारी Oh. मसाला। That's Indian name. Nirmala. निर्मला। Nirmala Indian मेरे name. गाँव में भी रखते हैं निर्मला का नाम तो नाइस नेम। ऐसे ऐसे Yeah, carrying it. बाय बाय मेरो मोबाइल टिकट हेर। ये मुझे पूरा कर दो जी भाई കണ്ടോ എല്ലാം വളരെ സ്നേഹമുള്ള ആളുകൾ കേട്ടോ. ഇവര് പച്ചക്കറി പച്ചക്കറി സെല്ല് ചെയ്യണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളെ വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. സത്യത്തിൽ എനിക്ക് ഹിന്ദി വലിയ വശമല്ലല്ലോ, നമ്മളെ ഗൂഗിളാണല്ലോ കംപ്ലീറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യണേ. അപ്പോൾ അവർ നമ്മളടുത്ത് ചോദിച്ചു യൂട്യൂബാണോ. ഞാൻ പിന്നെ നമ്മുടെ ചാനൽ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണല്ലോ, ഞാൻ ഇതുവരെ പലപ്പോഴും വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും എവിടെ ഇട്ടിട്ടില്ല. സംഭവം ഒരു മൊമെൻ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സൂക്ഷിച്ചു വെക്കുന്നല്ലാതെ അത് യൂസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ കാണുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതെന്ന് പറയണത് ഒബ്വിയസ്ലി നമ്മൾ ഇങ്ങോട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുള്ള സമയമായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ എനിവേ നമ്മളെ മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ അതുപോലെ പോകുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപിൽ നിന്നും കണ്ണൂരിൽ നിന്നും വന്നിട്ടുള്ള ഫ്രണ്ട്സ് അവരുണ്ട് അവിടെ. അവർ എന്തായാലും എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകാൻ വേണ്ടി വന്നതല്ല, അവർ ജസ്റ്റ് ഗാംദ്രൂക്ക് വില്ലേജൊക്കെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് പോകാനുള്ള രീതിയിൽ വന്ന. അപ്പോൾ പറ്റണമെന്നുണ്ടെങ്കിൽ അവരൊന്ന് വിളിക്കണം. ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യണ അവർക്ക് അറിയണ്ടാവില്ല. അവർ ഏതൊക്കെ ടെമ്പിൾസിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വളരെ പീസ്ഫുള്ളായ ഒരു സായാഹ്നം. ഇത് ഞാനിവിടെ വന്നപ്പോൾ കണ്ടൊരു കാര്യമാണ്. നമ്മളെ തേക്കിൻ്റെ ഇല കണ്ടോ, നമ്മുടെ തേക്കിൻ്റെ ഇലയാണ് ഈ ഇരിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന പാത്രം കണ്ടോ, എന്തല്ലേ. നമ്മൾ വലിയ വില കാര്യങ്ങളൊന്നും കൽപ്പിക്കാത്ത സാധനങ്ങൾ അവരിവിടെ വന്ന് മനോഹരമായിട്ട് കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വളരെ മനോഹരം. തേക്കാണോന്ന് എനിക്കറിയില്ല, തേക്ക് പോലെ അല്ല, ഇത് തേക്കിൻ്റെ ഇലയല്ല. എന്നിട്ട് അതിൽ ഈർക്കിളൊക്കെ കുത്തി വെച്ചിട്ട് ഒരു പ്ലേറ്റ് പോലെ മാറ്റി വെച്ചിരിക്കുക. എന്തായാലും വളരെ മനോഹരം. ഇപ്പോൾ പച്ചക്കറികളായാലും ഫ്രൂട്ട്സ് ആയാലും നമുക്കറിയാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പോൾ പപ്പായ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പപ്പായ നമ്മുടെ അവിടെ ഉണ്ട്, പക്ഷേ ഇതുപോലത്തെ പപ്പായ ഉണ്ട്, പക്ഷേ ഇത്ര ഒരു എന്താ പറയുക വൃത്തി അതുപോലെ തന്നെ ഒരുപാട് കേടുന്ന സാധനങ്ങളൊന്നും ഞാനിവിടെ കണ്ടില്ല. എല്ലാം വളരെ എന്താ പറയുക വേറൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ നാടിന് കുറ്റം പറയില്ല കേട്ടോ. ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. കാരണം നമ്മളവിടെയും വില കുറവിൽ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ കിട്ടും, പക്ഷേ അതിൽ നിന്നൊക്കെ സെപ്പറേറ്റ് വ്യത്യസ്തത നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ.
എനിവേ കൊള്ളാം, ലൈറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ 11 മണിക്ക് നമ്മൾ ഇവിടെ സ്റ്റേ ആണ് വിചാരിക്കണേ. അപ്പോൾ ഒരു 11 മണിയാകും നമുക്ക് റൂം കിട്ടാൻ വരെ. അപ്പോൾ അതുവരെ എന്തെങ്കിലും കണ്ട് നടക്കാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഇപ്പോൾ ഏപ്രിൽ മാസം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തണുപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്ലസൻറ്റ് വെതറാണ്. ഒരു 30, 28 ആ റേഞ്ചിലൊക്കെയാണ് വെതറിൽ. അപ്പോൾ നമുക്ക് വലിയ വെയിലിൻ്റെ പ്രശ്നമില്ല, എന്നാൽ വലിയ തണുപ്പില്ല, ഓക്കെയാണ്. നമ്മളിങ്ങനെ ഒരു ഒന്നുമില്ല, ഒരു ബ്രിഡ്ജ് ക്രോസിങ് ചെയ്ത അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ ഒരു ചാബേൽ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയുടെ വ്യൂ ആണ്. കുഴപ്പമില്ല, നൈസാണ്, കാണാൻ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് അവിടെ ആ കാണുന്ന ഒരു അവരുടെ സ്തൂപമാണ് തോന്നുന്നു, ടെമ്പിളല്ല അത്. അപ്പോൾ നമുക്ക് അവിടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കവറപ്പ് ചെയ്യാം. പിന്നെ മാർക്കറ്റുകൾ എൻ്റയർലി സജീവമായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മോസ്റ്റ്ലി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ ലോഡ് കൊണ്ടുപോകുന്ന സമയമായിരിക്കും. അപ്പോൾ അതായിരിക്കും ആദ്യം തുറക്കണേ. ഇനി ഇലക്ട്രോണിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുറന്ന് ഓരോന്നായി ഓപ്പൺ ചെയ്ത് വരും. ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ എന്ന് പറയുന്നത് 8 മണിയായി. ഇവിടെ ജോലിക്ക് പോകുന്ന ആളുകൾ ജോലിക്ക് പോകുന്നു, സ്കൂളിൽ പോകുന്ന ആളുകൾ സ്കൂളിലേക്ക് പോകുന്നു. ഞാൻ ഒരു ഇത് കാണിച്ചു തരാവേ. കണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അത് ലാൻഡ് ക്രൂയിസറാ, ഓൾഡ് മോഡൽ. അതുപോലുള്ള ഒരുപാട് നമുക്ക് അറിയാലോ, വണ്ടിപ്പുരാന്തന്മാർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഈവൻ ബൈക്കായാൽ പോലും കാറായാൽ പോലും നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്, അറിയാത്ത കമ്പനീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരിവിടെ BYD ആൻഡ് ടെസ്ലയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ഇവിടെ വാഹനങ്ങൾ വാങ്ങാൻ കുറച്ച് എക്സ്പെൻസ് ആണെന്നാണ് ഞാൻ കേട്ടത്. പെട്രോളിന് കമ്പാരിറ്റീവ്ലി വില കുറവാണ്, പിന്നെ ടാക്സും കുറവാണെന്നാണ് പറഞ്ഞത്. പക്ഷെ വാഹനങ്ങൾക്ക് എക്സ്പെൻസ് കൂടുതലുമാണ്. എന്തായാലും ഇവിടുത്തെ എന്താ പറയുക, നമുക്കിങ്ങനെ കമ്പയർ ചെയ്യല്ല, നമ്മൾ ഒരിക്കലും അതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ഓരോ എന്താ പറയുക, ഇപ്പോൾ വാഹനങ്ങളായാൽ പോലും ഫുഡായാൽ പോലും നമുക്ക് ആ വ്യത്യസ്തത ഭയങ്കര ഒരു എന്താ പറയുക ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഒരു എന്താ പറയുക, ഇതിങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്.